ഇന്ന് നമുക്കൊരു നോമ്പുറ പരിപാടി കിട്ടാം. എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ. നമ്മളെ സ്വന്തം വീട്ടിൽ നമുക്കൊരു പരിപാടിയോ നോമ്പ് തുറ എന്തായാലും നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ. ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഞാൻ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ കേക്കും കൂടി ഉണ്ടായിക്കോട്ടെ, ഏതായാലും പരിപാടി കേൾക്കില്ലേന്ന്. അപ്പോൾ നമ്മൾ കേക്ക് രാവിലെ തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട്. നമ്മളെ അഞ്ചുട്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാ, ഫോണിൻ്റെ കട്ട് ചെയ്യാനും വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അവളാണ് കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം ഞങ്ങൾ 5 മണിക്ക് ശേഷം ഇറങ്ങിയത് നമ്മൾ ചെമ്മാട് അൽറീം റെസ്റ്റോറൻറ്റ്, അല്ല മന്ദീൻ റെസ്റ്റോറൻറ്റ്, അതിൽ വെച്ചിട്ട് പരിപാടി. ഇതേത് അറബി എന്ന് വിചാരിക്കണം, ഇതാണ് എൻ്റെ ഒപ്പിട്ട. ഭയങ്കര കെട്ടിപ്പിടുത്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അതെല്ലാം റെഡി ആയിട്ടിട്ടാ, ഒരു സമാധാനം, എല്ലാം റെഡി ഇങ്ങനെ കണ്ടപ്പെട്ട. ഈ ഒരു സമയം നമ്മൾ വീട്ടിൽ നോമ്പ് തുറക്കണമെങ്കിൽ ഭയങ്കര ചടപടാ പണിയാവില്ല, ലാസ്റ്റ് അരമണിക്കൂർ വെച്ചിട്ടില്ലേ. ഇതിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് മുന്നിലേക്ക് ഇരിക്കുക എന്നുള്ളത് കുറച്ചൊരു കഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കണമല്ലോ അല്ലേ. ഏതായാലും എല്ലാവരും വാങ്ങാനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവർ ഓരോരോ കാര്യങ്ങളൊക്കെ കൊടുന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അതായത് കട്ട വെയിറ്റിംഗ് കട്ടെ, ഈ ഒരു വെയിറ്റിംഗ് വല്ലാത്ത നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിറ്റിംഗ് ആണ്. ഏതായാലും വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ ഇതാ ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്നുണ്ട്. അൽറീം മന്തി റെസ്റ്റോറൻ്റ് ആണല്ലോ, അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മന്തി തന്നെ കേട്ടോ. മന്തിയും പല ഐറ്റം ചിക്കൻസും ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഇതൊരു പ്രത്യേക കലയാണ്. ഈ ബാക്കി ബാലൻസ് വന്നത് പേക്കാക്കുക എന്നുള്ളത്, ആ കല അവിടെ ഉഷാറായിട്ട് നടക്കും. അങ്ങനെ നോമ്പ് തുറയും പരിപാടി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു, പുറത്ത് വെച്ചിട്ടാണ് കേക്ക് കട്ടിങ് നടത്തിയത് കേട്ടോ. കേക്ക് കൊണ്ട് വെച്ചപ്പോൾ തന്നെ കുട്ടികളൊക്കെ ആകെ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം എന്ന് പറഞ്ഞത്. എല്ലാവരും എന്താ പറയുക, നല്ല കളിയും ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോയി. എന്താ കേക്ക് ഓരിച്ച് നമ്മൾ നിസാർട്ടിൻ്റെ കസിനാണ് കേട്ടോ. അവന് ആകെ കുഴങ്ങിയിട്ടു, അവൻ്റെ മുഖത്തൊക്കെ ആകെ ക്രീമൊക്കെ വാരി തേച്ച് കേക്കിൻ്റെ ബോർഡൊക്കെ തുടച്ചെടുത്ത് കിട്ടാം. നമ്മൾ കേക്കിൻ്റെ പ്രത്യേക ടേസ്റ്റിൻ്റെ ഒരു അടയാളമാണ് ഇതിട്ടാ, നോട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.